നമസ്കാരം. അഡ്വാൻസ് ഡിപ്ലോമ ഇൻ അപ്ലൈഡ് എ ഐ ആൻഡ് ക്രിയേറ്റീവ് ടെക്നോളജി ആക്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ കോഴ്സ് ഇവിടെ ആരംഭിക്കുകയാണ്. 6 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് സി എന്നാണ്. സി എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ച. നമ്മൾ ഏത് ടെക്നോളജി ആണെങ്കിലും എന്ത് കലാപരമായിട്ടുള്ള കാര്യമാണെങ്കിലും അത് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാട് വേണം, അല്ലേ? ആ കാഴ്ചപ്പാട് കൃത്യമായി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ വഴികളിലൂടെയാണ് നമ്മളും കടന്നു പോകാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഒരു ടെക്നോളജിക്ക് അനുസൃതമായി എങ്ങനെ രൂപപ്പെടുത്താമെന്നാണ് ഈ ഒരു ഘട്ടത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ടെക്നോളജി എന്താണെന്നും മനുഷ്യൻ്റെ കഴിവുകൾ എന്താണെന്നും അത് സമന്വയിപ്പിക്കുക എങ്ങനെയാണെന്നുമാണ് നമ്മൾ ഈ സെക്ഷനിൽ മനസ്സിലാക്കാൻ പോകുന്നത്. സോ എ ഐ എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ ആണെന്ന് നിങ്ങൾക്കറിയാം, ഒരു ആർട്ടിഫിഷ്യൽ ബ്രെയിൻ ആണ്. അപ്പോൾ അതിനോട് നമ്മൾ കാര്യം പറയുന്നു. ഇപ്പോഴുള്ള ടെക്നോളജിയുടെ പ്രത്യേക ഗുണം എന്ന് പറയുന്നത്, മുമ്പ് കമ്പ്യൂട്ടറുമായിട്ടോ അല്ലെങ്കിൽ മെഷീനുമായിട്ടോ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലാംഗ്വേജ്, ടെക്നിക്കലായിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നാച്ചുറൽ ലാംഗ്വേജിൽ മനുഷ്യൻ്റെ ഭാഷയിൽ തന്നെ മെഷീനുമായിട്ട് സംസാരിക്കാൻ സാധിക്കും. അതാണ് എ ഐ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു വിപ്ലവം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ നേരിട്ട് ഒരു മെഷീനുമായിട്ട് സംസാരിക്കാൻ സാധിക്കും. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, മെഷീൻ്റേതായിട്ടുള്ളൊരു ഭാഷയും അതിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തഡോളജിയും ഉണ്ട്. അത് നമ്മൾക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം എ ഐക്ക് മനസ്സിലാവാതെ പോവുകയും അത് നമ്മൾ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. സോ നമ്മൾ ആ കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് രൂപപ്പെടുത്തുക എന്ന് മനസ്സിലാക്കാം. സോ നമുക്ക് ഇന്നത്തെ കാലത്തുള്ള കാഴ്ചപ്പാടുകളെല്ലാം തന്നെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു സാധാരണക്കാരൻ കാണുന്ന കാഴ്ചയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊരു ക്രിയേറ്റർ ആയി മാറുകയുള്ളൂ. ഉദാഹരണത്തിന് മഴ എന്ന് തന്നെ പറയാം. മഴ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? നമ്മൾ സാധാരണ പുറത്ത് പോകുന്ന സമയത്ത് ഒരു മഴ പെയ്യുന്നു. നമ്മൾ ടൗണിൽ നിൽക്കുന്ന സമയത്ത് ഒരു മഴ പെയ്യുകയാണ്. നമ്മൾ ചുറ്റിലും നോക്കുന്നു, മഴ പെയ്യുന്നുണ്ട്, ആളുകൾ പോകുന്നു, കുട ചൂടിയിട്ടുണ്ട്, ചില ആളുകൾ മഴ നനഞ്ഞു പോകുന്നുണ്ട്, ചില ആളുകൾ റെയിൻകോട്ട് ധരിച്ച് പോകുന്നുണ്ട്. അതൊരു വലിയ രസമുള്ള കാഴ്ചയാണ്. അപ്പോൾ അത് നോർമൽ രീതിയിൽ കാണുമ്പോൾ അതിനകത്ത് ലൈഫുണ്ട്, ജീവിതമുണ്ട്, അല്ലെങ്കിൽ ഒരു കാഴ്ചകളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മളൊരു കലാകാരനായി മാറുമ്പോൾ, ഒരു കലാകാരൻ്റെ കണ്ണിലൂടെ അതിനെ കാണുമ്പോൾ ആ ചിത്രത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും. അത് വെറും ഒരു കാഴ്ച മാത്രമായിരിക്കില്ല. അതിനകത്തൊരു ജീവിതമുണ്ടാവും, അതിനകത്തൊരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ചിത്രം തന്നെ നോക്കൂ. നമ്മൾ നേരത്തെ കണ്ട മഴക്കാഴ്ചയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു രസമുള്ള ഒരു ചിത്രം, അല്ലേ? വളരെ കളർ കോൺട്രാസ്റ്റിംഗ് ഉള്ള മഴയത്ത് ചുവന്ന കുടയും പിടിച്ച് മഞ്ഞ കോട്ടും ധരിച്ച് നിൽക്കുന്ന ഒരാൾ. ആ കാഴ്ചയിൽ തന്നെ ആ മഴയുടെ മൂഡ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ കാറ്റടിക്കുമ്പോൾ ആ കുടയുടെ ആക്ഷനും മഴത്തുള്ളിയുടെ ആക്ഷനും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ലൈഫ് അതിനകത്തുണ്ട്. അതായത് ആ ചിത്രം കാണുമ്പോൾ തന്നെ ആ ഒരു മഴയുടെ തീവ്രത നമ്മുടെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു മഴയുടെ കുളിര് നമ്മുടെ മനസ്സിലേക്ക് എത്തുകയാണ്. അവിടെയാണ് ആ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ കാഴ്ചകളെ രൂപപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ ഘട്ടം. ഇത് ക്രിയേറ്റീവ് സെഗ്മെൻറ്റിൽ മാത്രമല്ല, എ ഐ ഉപയോഗിക്കുന്ന ഏത് മേഖലകളിലാണെങ്കിലും ഈ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ എങ്ങനെയായിരിക്കണം, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്ന ആൾക്ക് ഫീൽ ചെയ്യേണ്ടത്, എന്തെല്ലാം രീതിയിലുള്ള ഓപ്ഷൻസ് അതിനകത്ത് ഉണ്ടായിരിക്കണം എന്നൊരു ഔട്ട്പുട്ടിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ തുടക്കം മുതൽക്കേ അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഡാറ്റ അനാലിസിസ് ആണെങ്കിൽ പോലും എനിക്ക് ഇന്ന റിസൾട്ട് വേണം, ഈ രീതിയിലുള്ള റിസൾട്ടാണ് എനിക്ക് വേണ്ടത് എന്നൊരു ധാരണ ആദ്യമേ ഉണ്ടെങ്കിൽ മാത്രമേ ആ റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എ ഐ കാണിക്കുന്ന വഴികളിലൂടെ തന്നെ നമ്മൾ പോകേണ്ടി വരും. നമുക്ക് നമ്മുടേതായിട്ടുള്ള റിസൾട്ട് വേണമെങ്കിൽ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലൂടെ എ ഐയെ കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് നമ്മൾ പഠിക്കുന്ന മെത്തേഡ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഇമേജ് ക്രിയേഷൻ, നമ്മളൊരു ഏത് കാര്യം പഠിക്കുമ്പോഴും ഒരു ചിത്രങ്ങൾ വരച്ച് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, അല്ലേ? നമ്മൾ കുട്ടിക്കാലത്താണെങ്കിലും ഇനി കമ്പ്യൂട്ടർ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പഠിച്ചത് മൗസ് ഉപയോഗിച്ച് വീടുണ്ടാക്കാനും MS പെയിൻറ്റ്, മൈക്രോസോഫ്റ്റിൻ്റെ പെയിൻറ്റ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് മൗസൊക്കെ ഉപയോഗിച്ച് വീടും
സീനറികളൊക്കെ വരച്ചിട്ടല്ലേ പഠിച്ചു തുടങ്ങിയത്. അതേപോലെ തന്നെ എ ഐയിലും നമുക്ക് അങ്ങനെ തന്നെ പഠിച്ചു തുടങ്ങാം. നമുക്കൊരു ചിത്രം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സാധാരണഗതിയിൽ തുടക്കക്കാരെല്ലാം ചെയ്യുന്നൊരു കാര്യമാണ്. എഴുതാൻ എല്ലാവർക്കും മടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരാശയം കൊടുക്കും. ക്രിയേറ്റ് എ ഇമേജ് ഓഫ് എ കാർ എന്നൊരു സിമ്പിൾ പ്രോംപ്റ്റ് നമ്മൾ കൊടുക്കുന്നു. എ ഐക്ക് ലോകത്തുള്ള സകല കാറുകളെക്കുറിച്ചും അതിൻ്റെ നിറങ്ങളെക്കുറിച്ചും രൂപത്തെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ട്. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാർ ഏതാണെന്ന് എ ഐക്ക് അറിയില്ല. അപ്പോൾ അത് എന്ത് ചെയ്യും? എ ഐക്ക് ഇഷ്ടമുള്ള ഒരു കാറ് നമുക്ക് തരും. അത് ചിലപ്പോൾ ഒരു പുതിയ കാറായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ സ്റ്റൈലായിരിക്കാം, ഒരു ഫോട്ടോഗ്രാഫി സ്റ്റൈലായിരിക്കാം, അല്ലെങ്കിൽ വാട്ടർ കളർ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഇമേജ് ആയിരിക്കാം. ഏതാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എ ഐക്ക് അറിയാത്തതുകൊണ്ട് എ ഐക്ക് ഇഷ്ടമുള്ളത് നമുക്ക് തരുന്നു. എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാറാണ് വേണ്ടതെങ്കിൽ, ഒരു ചിത്രമാണ് നമുക്ക് വേണ്ടതെങ്കിൽ, ആ കാര്യം നമ്മൾ കൃത്യമായിട്ട് എ ഐയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമുക്ക് വേണ്ടത് ഒരു മഞ്ഞ കാറാണ്. ആ മഞ്ഞ കാറ് എന്ന് പറയുന്നത്, അതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ഒരു അംബാസഡർ കാറാണ്. പഴയ കാലത്തുള്ള ഒരു അംബാസഡർ കാറാണ്. ആ കാറ് എവിടെയാണുള്ളത്? ഒരു ടൗണിലെ തിരക്കേറിയ നഗരത്തിൻ്റെ ഇടയിലൂടെ കടന്നു വരുന്ന ഒരു മഞ്ഞ കളറുള്ള അംബാസഡർ കാർ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് എ ഐക്ക് മനസ്സിലാവുന്നത് നമ്മുടെ മനസ്സിലുള്ള ചിത്രം എന്താണ് എന്നുള്ളത്. സോ ഇങ്ങനെ നമുക്കൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി എ ഐക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അത് ഒരു ഇമേജ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, എ ആയിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, നമുക്ക് ഇൻസ്ട്രക്ഷൻ, കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, കമാൻഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ കമാൻഡിനെയാണ് നമ്മൾ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. സാധാരണ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെ പ്രോംപ്റ്റ് എന്ന് പറയുകയും ആ പ്രോംപ്റ്റിങ്ങിനെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതിന് കാര്യം എന്താണ്? ഇതൊരു എഞ്ചിനീയറിംഗ് ആണോ? അല്ലേ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു എഞ്ചിനീയറിംഗ് ആണ്. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കുറേ വാക്കുകൾ കൊടുക്കുക എന്നല്ല അർത്ഥം. എ ഐക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷയുടെ സ്ട്രക്ചറുണ്ട്. കാരണം അതൊരു മെഷീനാണ്, അതിനെ ട്രെയിൻ ചെയ്തെടുത്തതാണ്. നമ്മുടെ ഡാറ്റകളും ഇൻസ്ട്രക്ഷനും എല്ലാം കൊടുത്തുകൊണ്ട് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെഷീൻ മാത്രമാണ്. അപ്പോൾ ആ മെഷീന് മനസ്സിലാവുന്ന രീതിയിൽ, അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിന് പ്രോപ്പറായിട്ട് റെസ്പോൺസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതിന് കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. റൂൾസ് എന്ന് പറയുന്നത് ഗൈഡ് ലൈൻസ് ആണ്, റൂൾസ് അല്ല, ഗൈഡ് ലൈൻസ് ആണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉത്തരം കിട്ടും, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉത്തരം കിട്ടും എന്ന് പറയുന്നത് പോലെ കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ആ ഗൈഡ് ലൈൻസ് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് എ ഐയെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അതിനെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്, ഒരുപാട് സൂത്രവാക്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ വഴിയെ പഠിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ടെക്നിക്കൽ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് വ്യക്തമായി ചിന്തിക്കുക, വ്യക്തമായിട്ട് അതിനെ വിശദീകരിക്കാൻ സാധിക്കുന്ന ഒരു ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അതിനെ ടെക്നിക്കലായിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് രണ്ടാമത്തെ പടി. സോ നമ്മൾ വീണ്ടും നമ്മുടെ ഇമേജ് ക്രിയേഷനിലേക്ക് തന്നെ വരാം. ഇവിടെ നമ്മളൊരു മഴയുടെ ചിത്രം ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയതാണ്. ഒരു സാധാരണക്കാരൻ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഒരു സാധാരണ കാഴ്ച, ഒരു മഴയുടെ ഒരു കാഴ്ച. എന്നാൽ അതിനേക്കാട്ട് ഗംഭീരമായിട്ട് വളരെ രസകരമായ രീതിയിൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ഇമേജ് ഉണ്ടാക്കുമ്പോൾ അതിന് നമ്മൾ കൊടുക്കേണ്ട പ്രോംപ്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷനോട് ആണ് നമ്മൾ എ ഐക്ക് കൊടുക്കേണ്ടത്. സോ നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ഒബ്സർവേഷനാണ്. അതായത് ഇനിയും നിങ്ങൾ ഒരു കാഴ്ച കാണുമ്പോൾ ഒരു സാധാരണക്കാരൻ കാണുന്നത് പോലെ ചുറ്റിലും കാണുന്ന അതേ കാഴ്ചകൾ അങ്ങനെ സ്വീകരിക്കാതെ നമ്മുടെ കാഴ്ചകളെ കുറച്ചുകൂടി ഒന്ന് സൂക്ഷ്മവൽക്കരിക്കുക. കാഴ്ചകളെ മറ്റൊരു ആംഗിളിൽ അതിനെ കാണാൻ ശ്രമിക്കുക. കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ ഒന്ന് ടൗണിലേക്ക് പോവുകയാണെന്ന് വെച്ചോളൂ. രാത്രി കാലത്താണ് പോകുന്നത് അല്ലെങ്കിൽ വൈകുന്നേരത്താണ് പോകുന്നതെങ്കിൽ കുറച്ച് സമയമെങ്കിലും നിങ്ങൾ ഈ രീതിയിൽ അതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. കാഴ്ചകളെ കുറച്ച് ഡീറ്റെയിൽ, കുറച്ച് ആളുകൾ, രസകരമായിട്ടുള്ള ആളുകളുണ്ടാവാം, രസകരമായ കാഴ്ചകളുണ്ടാവാം. ചിലപ്പോൾ ഒരു പൂച്ചയോ പട്ടിയോ ഒക്കെ പ്രസവിച്ച് കിടക്കുന്ന ആ സീനായിരിക്കും ഭയങ്കര രസമായിട്ടുണ്ടാവുക. ആ വൈകുന്നേരത്തെ ലൈറ്റിൽ ആളുകളുടെ അല്ലെങ്കിൽ നഗരത്തിൻ്റെ തിരക്കിൻ്റെ മൂലയിൽ കിടക്കുന്ന ഒരമ്മയും കുട്ടിയും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാഴ്ച, എന്തായാലും ആ കാഴ്ചയെ നിങ്ങളൊന്ന് മനസ്സിലേക്ക് ഉറപ്പിച്ചെടുക്കുക. അതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ, ഈ സെക്ഷനിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പഠിക്കേണ്ട രീതി അതാണ്. നിങ്ങളുടെ കാഴ്ചകളെ കുറച്ചുകൂടി ഒന്ന് സൂക്ഷ്മമായിട്ട് അതിനെ വീക്ഷിക്കുക.
ഏതെങ്കിലും ഒരു സൂക്ഷ്മമായി ചിന്തിക്കുന്ന ഒരു കാഴ്ചയെ നിങ്ങൾ മനസ്സിൽ ആവാഹിച്ചിട്ട് അതിനെ ഒന്ന് എഴുതി നോക്കുക. വെറും വാക്കുകളിൽ എഴുതി നോക്കുക. നിങ്ങൾക്ക് എങ്ങനെ ആ കാഴ്ചകളെ, നിങ്ങളുടെ മനസ്സിലുള്ള കാഴ്ചയെ എങ്ങനെ നിങ്ങൾക്ക് ഒരു പേപ്പറിലേക്ക് പകർത്താൻ പറ്റും എന്ന കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മടിയാണ് എല്ലാവർക്കും ഉള്ള ഒരു പ്രധാന അസുഖം. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് എത്രത്തോളം ഡീറ്റെയിൽഡായിട്ട് അതിനെ എഴുതാൻ പറ്റുമോ എന്നതാണ് നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത്. കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ ഒരു കാഴ്ചയെ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങുക. അത് വേണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയേറ്റാവാം, അല്ലെങ്കിൽ വീട്ടിനകത്തുള്ള കാഴ്ചകൾ തന്നെയാവാം. ഏതായാലും ഒരു വിഷ്വലിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് അതിനെ ഒന്ന് അനലൈസ് ചെയ്യുക. ആ സീനിൽ ലൈറ്റ് എവിടെ നിന്നാണ് വരുന്നത്, എന്തൊക്കെ ഒബ്ജക്റ്റുകളാണ് ഉള്ളത്. ഇനിയിപ്പോൾ അതിനകത്ത് ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് എന്താണ്, ആ ഡ്രസ്സിൻ്റെ സ്റ്റൈൽ എന്താണ്, ക്ലോത്തിൻ്റെ മെറ്റീരിയൽ എന്താണ്, അയാളുടെ മുഖത്തുള്ള ഭാവം എന്താണ്, മൊത്തത്തിലുള്ള കളർ ടോൺ എന്താണ്. അങ്ങനെ സൂക്ഷ്മമായി തന്നെ അതിനെ ഒന്ന് ആവാഹിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അത് ഒരു പേപ്പറിലേക്ക് പകർത്തുക. നിങ്ങൾക്കറിയാവുന്ന മലയാളം ഭാഷയിൽ തന്നെ എഴുതിയാൽ മതി. പക്ഷേ ആ എഴുത്താണ് ഇതിൻ്റെ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ്. അത് നമുക്ക് വോയിസ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ പ്രധാനമായും നമ്മൾ ടൈപ്പ് ചെയ്താണ് കൊടുക്കുന്നത്. ഏതായാലും ആ ഇൻസ്ട്രക്ഷൻ കൃത്യമാവണമെങ്കിലുള്ള ആദ്യത്തെ പ്രാക്ടീസാണ് ഈ പ്രാക്ടീസ്. നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുക. ഇനി അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനെ നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രോംപ്റ്റാക്കി, നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് മെത്തേഡുകൾ ഉപയോഗിച്ച് അതിനൊരു പ്രോംപ്റ്റാക്കി മാറ്റിയാൽ മാത്രമേ എഐക്ക് കൊടുക്കേണ്ടതുള്ളൂ. അങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ നേരെ ഒരു എഐ ടൂൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നേരെ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുകയല്ല ചെയ്യേണ്ടത്. ശരിയായ മെത്തേഡ് അതല്ല. സാധാരണഗതിയിൽ നമ്മളെല്ലാം തന്നെ എഐ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കിട്ടിയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് നേരെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഒരു ഇമേജ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയാണ് പൊതുവേ ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ ഇനി മുതൽ അങ്ങനെയല്ല. നമ്മൾ അതിൻ്റെ ശരിയായ ഉപയോഗം, ശരിയായ മെത്തേഡിലൂടെ അതിനെ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ പറയുന്ന പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക. നിങ്ങളൊരു വിഷ്വൽ മനസ്സിൽ കാണുക. ആ മനസ്സിൽ കണ്ട വിഷ്വലിനെ കൃത്യമായിട്ട് ഒരു പേപ്പറിലേക്ക് പകർത്തി എഴുതുക. പരമാവധി ഒരു പേപ്പറിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ എഴുത്ത് തന്നെയാണ്. ആ എഴുത്തും നമ്മുടെ മനസ്സും തമ്മിലൊരു, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറും തമ്മിലൊരു ബന്ധമുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ആ ബന്ധത്തെയാണ് നമ്മൾ ഊഷ്മളമായി കൂട്ടി ഉറപ്പിക്കാൻ പോകുന്നത്. സോ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ അടുത്ത സെഗ്മെൻറ്റിൽ എന്ത് പഠിക്കും? ഈ എഴുതി വച്ചിരിക്കുന്ന ആശയത്തെ ഒരു കൃത്യമായിട്ട് ഉള്ള ഒരു പ്രോംപ്റ്റാക്കി മാറ്റുന്ന മെത്തേഡുകൾ. അതിനൊരുപാട് മെത്തേഡുകളുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള, വളരെ കൃത്യമായ റിസൾട്ട് തരുന്ന മെത്തേഡുകൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം.